പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു പിതാവേ, അങ്ങേ ആരാധിക്കുന്നു യേശുവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു യേശുവേ. ലോക രക്ഷകനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ യേശുവേ. ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവി പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ മേൽ ദൈവ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, വചനം കേൾക്കുന്നവർക്ക് ശക്തമായ ഡെലിവറൻസ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ, ദുരാത്മാക്കളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിയുക, ബന്ധിക്കപ്പെടട്ടെ. കാൽവരി കുരിശിലെ കാട്ടിപ്പായിക്കുന്നു, നിർവീര്യമാവട്ടെ. കഥാവി ശാലോ പ്രേക്ഷകരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ കാണുന്ന ഓരോ വ്യക്തിയുടെ മേലും ഞങ്ങളുടെ ആത്മാവിനെ പകരണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതമായ വിടുതൽ സംഭവിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പിശാച് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത നാളിൽ ചിലർ പറയുന്നതായിട്ട് ഇങ്ങനെ കേട്ടു, പിശാച് വെറും ഒരു തോന്നലാണ്, അതിനകത്തൊരു സത്യവുമില്ല. തിന്മ എന്ന് പറയുന്നത് ഒരു തോന്നലാണ്, പാപം എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയില്ല, ഇതൊക്കെ മാനുഷ്യമായ തോന്നലും ചിന്തകളൊക്കെയാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ ബുദ്ധി കൊണ്ട് ന്യായവാദം ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു അനേക വ്യക്തികളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു, അവർ സൗഖ്യം പ്രാപിക്കുന്നു, വിടുതലിലേക്ക് വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ കടലിൻ്റെ മറുകരയിൽ ഗനേസരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങളാലും ചെങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചെങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. ഈ വചനത്തിൽ പറയുന്നു, പിശാച് ബാധിച്ച ഒരു വ്യക്തി എതിരെ വന്നു എന്നാണ് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും ഗനേസരത്തിലൂടെ കടന്നു വരുമ്പോൾ പിശാച് ബാധിതനായ ഒരുവൻ എതിരെ വന്നു, എതിരെ വരികയാണ്. അവൻ്റെ സർവ്വ കഴിവുപയോഗിച്ച് തൻ്റെ ഇടത്തോടെ ഒരു വ്യക്തിയിൽ ആവസിച്ചുകൊണ്ട് ആ വ്യക്തി എതിരെ വരികയാണ്. അടുത്ത വചനം പറയുന്നു, കാലിലും കൈകളിലുമൊക്കെ ചങ്ങലയിട്ട് പലപ്പോഴും ബന്ധിച്ചിരുന്നു, പക്ഷേ അതെല്ലാം അവൻ പൊട്ടിച്ചു കളഞ്ഞു. അവിടെ ഒരു ശാരീരികമായ ഒരു പവർ, ശാരീരികമായ ഒരു ആരോഗ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചങ്ങലകളൊക്കെ വലിച്ചു പൊട്ടിച്ചു കളയുക, ഒരു വലിയൊരു കരുത്തിനെക്കുറിച്ച് അവിടെ കാണിക്കുകയാണ്. ഈ വ്യക്തിയിൽ ബാധിച്ചിരുന്ന പിശാച് കരുത്തുള്ള പൈശാചിക അശുദ്ധാത്മാക്കളുടെ ഒരു കൂട്ടമായിരുന്നു. വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പിശാച് എന്ന് പറയുന്നത് ഒരു മിഥ്യാസങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും യുദ്ധം ചെയ്യുന്നത്, പോരാടുന്നത് പിശാചിന് എതിരെയാണ്. ഇനി നമ്മൾ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് ഞാനൊരു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 414 നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. സാത്താൻ
അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ എന്നിവർ മൂലം, പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. അവിടെ പറയുന്നു സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ. അവിടെ പ്രത്യേകം പറയുകയാണ് മറ്റ് ദുർഭൂതങ്ങൾ. പിശാചിൻ്റെ വലിയ ഒരു ഗണം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്തരീക്ഷ ശക്തിയുടെ അധീശന്മാർ അന്തരീക്ഷത്തിലും ഭൂമിയിലും വായുവിലും പാതാളത്തിലും ആകമാനം തിന്മയുടെ അരൂപിയുടേതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. അല്ല, അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. ഒരിക്കൽ സ്വർഗത്തിൽ ഇടമുണ്ടായിരുന്ന ഈ ദൈവദൂതന്മാർ പാപം ചെയ്ത് അധപ്പതിച്ചു. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വിശുദ്ധ മിഖായേലുമായിട്ടുള്ള യുദ്ധത്തിൽ തിന്മയുടെ ശക്തിയിൽ പരാജയപ്പെട്ടുവെന്ന് വെളിപാട് പുസ്തകം 12 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കാൻ അവർ സ്വതന്ത്രമായി തീരുമാനിച്ചു. ദൈവത്തെ ധിക്കരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളെ ധിക്കരിക്കുവാൻ, തകിടം മറിക്കുവാൻ അതിനുവേണ്ടി പിശാച് തീരുമാനമെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ വേണ്ടി പിശാച് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. പിശാച് എടുത്ത തീരുമാനം അന്തിമമാണ്, അതിന് മാറ്റമില്ല. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ പരിശ്രമിക്കുന്നു. ദൈവത്തിന് എതിരായിട്ടുള്ള സമരത്തിൽ, പിശാച് നടത്തുന്ന സമരത്തിൽ, അല്ലെ പിശാച് ചെയ്യുന്ന പ്രവൃത്തികളിൽ മനുഷ്യനെ ഉൾച്ചേർക്കുവാൻ, ഉൾപ്പെടുത്തുവാൻ പിശാചുക്കൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 414 ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. പിശാചുക്കൾ അഥവാ സാത്താന്മാർ, ദുർഭൂതങ്ങൾ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായിട്ട് പറയുമ്പോൾ ഇതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവർ പോലും പിശാചില്ല, ഭയപ്പെടേണ്ട, അങ്ങനെ ഒരു സംഭവമില്ല, ഇത് വെറും തോന്നലാണെന്ന് പറയുക. ഇത് വലിയൊരു അബദ്ധമാണ്. പിശാചെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുകയും സാത്താനെതിരായിട്ട് നമ്മൾ പോരാടുകയും വേണം. അവൻ പരാജയപ്പെട്ട ശത്രുവ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ അവൻ പോയിരിക്കും, അവൻ പോയേ പറ്റൂ. ആകാശത്തിനും ഭൂമിക്കും പാതാളത്തിനും കീഴിൽ മുട്ടുമടക്കുന്ന ഒരേ നാമം യേശുവിൻ്റെ നാമം. ആ നാമത്തിനു മുമ്പിൽ സകല തിന്മകളും മുട്ടുമടക്കും. ഇവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുക, കരുത്തേറിയ പിശാച് ബാധിച്ച ഒരുവൻ കാൽ വിലങ്ങുകളെ ചെങ്ങനകൾ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു. അവൻ എതിരെ വന്നു. നോക്കുക, ധൈര്യപൂർവ്വം അവൻ എതിരെ വരികയാണ്. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം ശാരീരിക കരുത്ത് പ്രകടമാക്കിയിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ പിശാചിൻ്റെ ആവാസം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണിത്. ശാരീരികമായിട്ട് അസാധാരണമായ കരുത്ത് പ്രകടിപ്പിക്കുക. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണ്, ഒത്തിരിയേറെ പാപവഴി ജീവിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയിൽ നിലംപതിച്ചു. അതിനുശേഷം ഒരു 8-10 പേര് പിടിച്ചിട്ട് ആ വ്യക്തി നിൽക്കത്തില്ല. അത്രമാത്രം കരുത്തിനോടുകൂടി ബഹളം വയ്ക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തി ഒന്ന് ഒതുങ്ങിയത്. വലിയ കരുത്ത്, ശാരീരിക കരുത്ത് പ്രകടമാക്കുക. ഇത് പൈശാചിക ആവാസം, പൊസഷൻ, അങ്ങനെ ഒരു ശരിക്കും തിന്മയുടെ ആവാസമുള്ള വ്യക്തികളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ ഒന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാമെന്നു. ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു മെയിൽ നേഴ്സാണ്, 10-30 വയസ്സ് കാണും. അവൻ പറയുന്നു, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ സ്വർഗഭോഗത്തിനും സ്വയംഭോഗത്തിനും അടിമയാണ്. ലൈംഗികതയിലുള്ള മ്ലേച്ഛഭാവങ്ങൾക്ക് അടിമയാണ്. ബ്ലൂ ഫിലിമിന് അടിമയാണ്.
പിന്നീട് തെറ്റായ സ്ത്രീ ബന്ധങ്ങളിലൊക്കെയാണ് ജീവിച്ചത്. അവൻ പറയുന്നു, പാപകരമായ ജീവിതം അവനെ മടുപ്പിച്ചു, എനിക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ വേണം. ഇവൻ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഞാൻ അവനോട് ഒരു കസരയിൽ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഞാൻ ആ മകൻ്റെ നെറ്റിയിൽ ഒരു കുരിശടയാളം ഇട്ടു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മകനെ പ്രവർത്തിക്കുന്ന വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ, കണ്ണുകിടാസക്തിയുടെ, അശുദ്ധിയുടെ ആ പൈശാചിക അരൂപികളെ ഞാൻ ബന്ധിച്ച് വിടുതലിന് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. അത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈ വ്യക്തിയിലേക്കൊരു ശക്തി കടന്നു വന്നു. ആ വ്യക്തിയിലൂടെ പിന്നെ ഒരു ചീഞ്ഞ ദുർഗന്ധം, ഒരു ശവത്തിൻ്റെ ചീഞ്ഞ മണം ആ വ്യക്തിയിൽ നിന്ന് ഉയരുകയാണ്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മുഖം തിരിച്ചു പിടിച്ച് ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച സമയം മുഴുവൻ ഒരു ചീഞ്ഞ ദുർഗന്ധം ഈ വ്യക്തിയിലൂടെ പുറപ്പെടുകയായിരുന്നു. ശരിക്കും അശുദ്ധിയുടെ, വ്യഭിചാരത്തിൻ്റെ ഒക്കെ തിന്മയുടെ ആത്മാവ് ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാനൊരു 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് അനുഭവപ്പെട്ടത്? ആ വ്യക്തി പറയുന്നു, എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി, എൻ്റെ ശരീരത്തിലെ ഭാരമൊക്കെ കുറഞ്ഞു, എന്തോ എൻ്റെ തലയുടെ ഭാരമൊക്കെ വിട്ടുമാറി, അങ്ങനെ ഒരു വലിയൊരു വിടുതൽ കിട്ടിയായിട്ട് ആ ചെറുപ്പക്കാരൻ പറയുക. അത് വ്യത്യസ്തമായ അരൂപികൾ, തിന്മയുടെ അരൂപികളുണ്ട്. ഇത് ആരൊക്കെ എതിർത്താലും നിഷേധിച്ചാലും വിശുദ്ധ വചനമനുസരിച്ച്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതനുസരിച്ച് സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്ന് നമ്മൾ കാണുകയാണ്, അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. അതിനുമുമ്പ് വായിക്കുന്നു, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യേശുവിനെ കണ്ട് ഓടി വന്ന് യേശുവിന് മുമ്പിൽ അവൻ വീഴുകയാണ്. അവൾ സ്വയം മുറിപ്പെടുത്തുക, സ്വയം പീഡിപ്പിക്കുക, സ്വന്തം ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി, കല്ലുകൊണ്ട് ശരീരത്തെ മുറിപ്പെടുത്തുക. ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. സ്വയം ശരീരത്തെ മുറിക്കുന്ന, ശരീരത്തെ പീഡിപ്പിക്കുക. ഇതൊക്കെ ശരിക്കും പൈശാചിക ബന്ധനമുള്ള വ്യക്തിയുടെ ചില അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ പിശാചിനെതിരെയുള്ള യുദ്ധത്തിലാണ്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പിശാചിനോട് എതിർത്തു നിൽക്കുക, അവൻ നിങ്ങളെ വിട്ടുപോയിക്കൊള്ളും. അപ്പോൾ നമ്മൾ എതിർത്തു നിൽക്കണം, പ്രാർത്ഥിക്കണം. പൈശാചിക അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കണം. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കണം നീ. അങ്ങനെയെങ്കിൽ ഒരു തിന്മയുടെ അരൂപിയും നിന്നിൽ ആവസിക്കത്തില്ല, നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. അശുദ്ധിയിലും ആസക്തിയിലും പാപത്തിൻ്റെ വഴിയിലൊക്കെ ജീവിച്ചാൽ ഉറപ്പാണ് തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് നിങ്ങളിൽ സ്വാധീനം ചെലുത്തും, നിങ്ങളെ കീഴ്പ്പെടുത്തും. അവൻ സ്വന്തം ശരീരത്തെ കല്ലുകൾ കൊണ്ട് മുറിപ്പെടുത്തി, തന്നെ മുറിപ്പെടുത്തി. യേശുവിനെ കണ്ടപ്പോൾ അവന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പ്രണമിച്ചു, യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് ആ പിശാച് ബാധിതൻ വിളിച്ചു പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പറയുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മഹോന്നതനായ, ഉന്നതനായ, സർവശക്തനായ, ആദിയും അന്ത്യവുമായ, ആൽഫായും ഒമേഗായുമായ, എല്ലാറ്റിൻ്റെയും ഉടയവനായ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ, അങ്ങനെ പീഡിപ്പിക്കരുതേ.
1 സാമുവേൽ 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനവും 23-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സാവൂളിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചിരുന്നു. സാവൂളിനെ ഒരു ദുരാത്മാവ് നിരന്തരമായിട്ട് പീഡിപ്പിച്ചിരുന്നു. ആ സമയത്ത് ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ചു പാടി. ആ ദുരാത്മാവ് അപ്പോൾ സാവൂളിനെ വിട്ടുമാറി സാവൂളിന് ആശ്വാസം ലഭിച്ചിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ സാവൂളിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും പൈശാചിക ദുരാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന അനേക വ്യക്തികളുണ്ട്. മാനസിക പീഡകൾ, ശാരീരിക പീഡകൾ, സാമ്പത്തിക മേലെ തകർച്ചകൾ, രോഗങ്ങൾ, പല വിധത്തിലെ പീഡകൾ, തിന്മയുടെ ശക്തികൾ ദൈവമക്കൾക്കെതിരെ തുറന്നു വിടുന്നുണ്ട്, അഴിച്ചു വിടുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. യുദ്ധത്തിലായിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ആയുധങ്ങൾ വേണം. യുദ്ധത്തിൽ ആയിരിക്കുന്ന വ്യക്തി പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയെയും തിന്മയുടെ ശക്തിക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അവൾ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആത്മീയ മേഖലയിലോ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടാനായിട്ട് ഡെലിവറൻസിന് വേണ്ടി സ്വയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോകും. ഹല്ലേലൂയ. യേശുനാമത്തിനു മുമ്പിൽ സകല അശുദ്ധാത്മാക്കളും മുട്ടുമടക്കും, കീഴടങ്ങും, വിട്ടുപോകും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.